ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു. ഡൽഹി എയിംസ് ആശുപത്രിയിൽ വെച്ച് വ്യാഴാഴ്ച രാത്രി 10:30 അന്ത്യം. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് രാത്രി 8:30 തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. 92 വയസ്സായിരുന്നു. റിസർവ് ബാങ്ക് ഗവർണർ, രാജ്യസഭ പ്രതിപക്ഷ നേതാവ്, ധനമന്ത്രി എന്നീ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അവസാന യാത്ര ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്നും ആരംഭിക്കും. വെള്ളിയാഴ്ച വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഭൗതിക ശരീരം ശനിയാഴ്ച രാവിലെ 8 മണിക്ക് AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. 9:30 വരെ അവിടെ പൊതുദർശനമുണ്ടാകും. 10 മണിക്ക് സംസ്കാരം നടക്കും. 2004 മെയ് 22-നാണ് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത്. പിന്നീട് നീണ്ട 10 വർഷം മൻമോഹൻ സിംഗ് ഇന്ത്യയെ നയിച്ചു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ തുടക്കവും മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തായിരുന്നു. കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായുള്ള വിദ്യാഭ്യാസ അവകാശം നൽകുന്ന നിയമം പാർലമെന്റ് പാസാക്കിയത് 2009-ലാണ്. 2010-ലാണ് നിയമം നിലവിൽ വന്നത്. ഇതോടെ വിദ്യാഭ്യാസം കുട്ടികളുടെ മൗലിക അവകാശമായി കണക്കാക്കുന്ന ലോകത്തിലെ 135 രാജ്യങ്ങളിലൊന്നായി ഇന്ത്യയും മാറി. ഇന്തോ അമേരിക്ക ആണവ കരാർ, വിവരാവകാശ നിയമം, ആധാറിന്റെ ആശയം അവതരിപ്പിച്ചതുമെല്ലാം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ സുപ്രധാന നീക്കങ്ങളിൽ ഉൾപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളർച്ച കൈവരിക്കുന്ന രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയത് മൻമോഹൻ സർക്കാരിന്റെ കാലത്താണ്. 1991-ലെ നരസിംഹറാവു സർക്കാരിൽ ധനകാര്യമന്ത്രിയായാണ് മൻമോഹൻ സിംഗിന്റെ രാഷ്ട്രീയ പ്രവേശനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായും പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാനായും ജനീവ ആസ്ഥാനമായുള്ള സ്വതന്ത്ര സാമ്പത്തിക നയ വിദഗ്ധരുടെ കൂട്ടായ്മയായ സൗത്ത് കമ്മീഷന്റെ സെക്രട്ടറി ജനറലായും മികവ് തെളിയിച്ചതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന് മന്ത്രിസഭയിലേക്കുള്ള വിളിയെത്തിയത്. 91-ൽ ധനകാര്യമന്ത്രിയായിരിക്കെയാണ് ഇന്ത്യയിലെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ ശില്പി എന്ന തലക്കെട്ട് മൻമോഹൻ സിംഗിന് ലഭിച്ചത്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാവുകയും അഴിമതിക്ക് വഴിയൊരുക്കുകയും ചെയ്ത ലൈസൻസ് രാജ് റദ്ദാക്കിയതായിരുന്നു സുപ്രധാന നടപടികളിലൊന്ന്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉദാരമാക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു തവണ മാത്രമാണ് മൻമോഹൻ സിംഗ് മത്സരിച്ചിട്ടുള്ളത്. 1999-ൽ സൗത്ത് ഡൽഹി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. അന്ന് BJPയുടെ പ്രൊഫസർ വിജയ് കുമാർ മൽഹോത്രയോടായിരുന്നു മൻമോഹൻ സിംഗിന്റെ തോൽവി. 1991-ൽ ധനമന്ത്രിയായി 4 മാസത്തിന് ശേഷമാണ് കോൺഗ്രസ് മൻമോഹൻ സിംഗിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. 5 തവണയാണ് അസമിനെ പ്രതിനിധീകരിച്ച് മൻമോഹൻ സിംഗ് രാജ്യസഭയിലെത്തിയത്. 2019-ൽ രാജസ്ഥാനിൽ നിന്നാണ് മൻമോഹൻ പാർലമെന്റിലെത്തിയത്. അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിൽപ്പെട്ട ഒരു ഗ്രാമത്തിൽ 1932 സെപ്റ്റംബർ 26-നാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ജനനം. 1948-ൽ പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായി. തുടർന്ന് 1957-ൽ ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പഠിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിൽ 1-ാം ക്ലാസ് ഓണേഴ്സ് ബിരുദം നേടി. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ നഫിൽഡ് കോളേജിൽ ചേർന്ന് 1962-ൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ DPhil പൂർത്തിയാക്കി. പഞ്ചാബ് സർവകലാശാലയിലും പ്രമുഖ ഉന്നത പഠന കേന്ദ്രമായ ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലും അധ്യാപകനായി പ്രവർത്തിച്ചപ്പോഴുള്ള മെച്ചപ്പെട്ട പ്രകടനം അദ്ദേഹത്തെ അക്കാദമിക് രംഗത്ത് ശ്രദ്ധേയനാക്കി. ഈ കാലഘട്ടത്തിൽ കുറച്ചു കാലം UNCTAD സെക്രട്ടേറിയറ്റിലും പ്രവർത്തിച്ചു. ഇത് 1987-നും 1990-നും ഇടയിൽ ജനീവയിലെ സൗത്ത് കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ പദവിയിലെത്താനുള്ള വഴിയൊരുക്കി. 1971-ൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉപദേഷ്ടാവായി ചേർന്നു. അടുത്ത വർഷം ധനമന്ത്രാലയത്തിന്റെ മുഖ്യ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിതനായി. പല പ്രധാന പദവികളും ഡോക്ടർ സിംഗിനെ തേടിയെത്തി. ധനകാര്യ മന്ത്രാലയം സെക്രട്ടറി, പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ, പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്.
ഒട്ടേറെ അവാർഡുകളും അംഗീകാരങ്ങളും നേടിയിട്ടുള്ള ഡോക്ടർ സിംഗിനെ തേടിയെത്തിയ ഏറ്റവും പ്രമുഖ പുരസ്കാരം 1987 ലഭിച്ച ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷണാണ്. 1995 ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ ജവഹർലാൽ നെഹ്റു ജന്മശതാബ്ദി അവാർഡും 1993 94 മികച്ച ധനകാര്യമന്ത്രിക്കുള്ള ഏഷ്യാമണി അവാർഡും ലഭിച്ചു. 1993 മികച്ച ധനകാര്യമന്ത്രിക്കുള്ള യൂറോമണി അവാർഡും 1956 കേംബ്രിഡ്ജ് സർവകലാശാലയുടെ ആഡം സ്മിത്ത് സമ്മാനവും 1955 കേംബ്രിഡ്ജിലെ സെന്റ് ജോൺസ് കോളേജിലെ മികച്ച പ്രകടനത്തിന് റൈറ്റ്സ് പ്രൈസുമാണ് അദ്ദേഹത്തിന് ലഭിച്ച മറ്റ് അംഗീകാരങ്ങളിൽ പ്രധാനം. ഇതിനു പുറമെ പല പ്രമുഖ ദേശ വിദേശ സംഘടനകളും അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. കേംബ്രിഡ്ജ്, ഓക്സ്ഫഡ് സർവകലാശാലകൾ ഡോക്ടർ സിംഗിന് ഓണററി ബിരുദങ്ങൾ നൽകാൻ തയ്യാറായി. പല രാജ്യാന്തര സംഘടനകളിലും സമ്മേളനങ്ങളിലും ഇന്ത്യൻ പ്രതിനിധിയായി പങ്കെടുത്തിട്ടുണ്ട്. 1993 സൈപ്രസിൽ നടന്ന കോമൺവെൽത്ത് രാഷ്ട്ര തലവന്മാരുടെ യോഗത്തിലേക്കും വിയന്നയിൽ നടന്ന ലോക മനുഷ്യാവകാശ സമ്മേളനത്തിലേക്കുമുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ചു. ഭാര്യ ഗുർശരൺ കൗർ, ഉപിന്ദർ സിംഗ്, ദമൻ സിംഗ്, അമൃത് സിംഗ് എന്നിവർ മക്കളാണ്.